108 വൈഷ്ണവ തിരുപ്പതികളിൽ അഥവാ 108 ദിവ്യദേശങ്ങളിൽ മൂന്നാമത്തെ ദിവ്യദേശത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. തിരുക്കരമ്പന്നൂർ ഉത്തമർ കോവിലാണ് മൂന്നാമത്തെ ദിവ്യദേശമായി പരിഗണിച്ചു വരുന്നത്. ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയും ട്രിച്ചിയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും അവരുടെ ധർമ്മപത്നികളായ സരസ്വതി, ലക്ഷ്മി, പാർവതിമാരും ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെ വാണരുളുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രമാണിത്. ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെയാണ്. തിരുക്കരമ്പന്നൂർ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രദേശം പണ്ട് കദംബന്നൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മാവിൻ്റെ ഭക്തി പരീക്ഷിക്കാനായി വനമായിരുന്ന കദംബവനത്തിൽ വിഷ്ണു ഒരു കദംബവൃക്ഷമായി മാറിയത്രേ. എന്നാൽ ബ്രഹ്മാവ് ഇത് തിരിച്ചറിഞ്ഞ് കദംബവൃക്ഷത്തിന് അഭിഷേകവും പൂജയുമെല്ലാം ചെയ്തു. ഇതിൽ സംപ്രീതനായി പുരുഷോത്തമൻ രൂപത്തിൽ വിഷ്ണു ബ്രഹ്മാവിന് ദർശനം നൽകി. മാത്രമല്ല ബ്രഹ്മാവിന് ഈ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുവാൻ വരവും നൽകി. വിഷ്ണുവിനെ അഭിഷേകം ചെയ്യാൻ ജലമെടുത്ത സ്ഥലം കദംബതീർത്ഥം എന്ന് ഇവിടെ അറിയപ്പെടുന്നു. പിച്ചാണ്ടർ കോവിൽ എന്ന പേരിലും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ബ്രഹ്മാവിൻ്റെ 5 തലകളിലൊന്ന് ശിവൻ വെട്ടിമാറ്റിയപ്പോൾ ബ്രഹ്മാവിൻ്റെ ശാപം മൂലം കപാലം ശിവൻ്റെ കയ്യിൽ കുടുങ്ങി. ബ്രഹ്മഹത്യാപാപം തീർക്കാനായി ശിവൻ തീർത്ഥാടനത്തിന് പോയി. ഈ ക്ഷേത്രത്തിലെത്തി വിഷ്ണുവിനെ ആരാധിച്ചതിൻ്റെ ഫലമായി ഭാഗികമായി ശിവന് ശാപവിമോചനം കൈവന്നു അത്രേ. പിച്ചക്കാരനായി ഇവിടെ എത്തിയതിനാൽ ഈ കോവിലിനെ പിച്ചാണ്ടർ കോവിൽ എന്നും പറയുന്നു. തഞ്ചാവൂരിലെ ഹരശാപ വിമോചന പെരുമാൾ ക്ഷേത്രം കൂടി ദർശിച്ചപ്പോഴാണത്രേ ശിവന് പൂർണ്ണമായും മോചനം ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ദശരഥ മഹാരാജാവ് പുത്രലാഭത്തിനായി ഈ ക്ഷേത്രത്തിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു എന്നൊരു വിശ്വാസവുമുണ്ട്. ദശരഥലിംഗം എന്നൊരു സന്നിധി ഈ ക്ഷേത്രത്തിലുണ്ട്. 12 ആഴ്വാർമാരുടെ 4000 ദിവ്യപ്രബന്ധത്തിൽ തിരുമങ്കൈയാഴ്വാർ 10 ഭാസുരങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുകൾ നിർമ്മിക്കാൻ തിരുമങ്കൈയാഴ്വാർ ഈ ക്ഷേത്രത്തിനുള്ളിൽ താമസിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. കിഴക്ക് ദർശനമായി ഭുജംഗശയനത്തിലാണ് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ. പുരുഷോത്തമ പെരുമാൾ എന്നറിയപ്പെടുന്ന വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ സാളഗ്രാമത്തിലാണ്. പൂർണ്ണവല്ലിത്തായാർ എന്നറിയപ്പെടുന്ന മഹാലക്ഷ്മി പതിവിന് വിപരീതമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെയുള്ളത്. ബ്രഹ്മാവും ജ്ഞാനസരസ്വതിയും ഭിക്ഷാണ്ടരായ ശിവനും സൗന്ദര്യപാർവതിയും തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. പ്രത്യേകതയായി 2 തലയുള്ള ഗണപതി പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും. വിഷ്ണുഗുരുവായ ഭരതരാജനും ശിവഗുരുവായ ദക്ഷിണാമൂർത്തിയും ശക്തിഗുരുവായ ദേവിയും ബ്രഹ്മഗുരുവും ജ്ഞാനഗുരുവായ മുരുകനും ദേവഗുരുവായ ബൃഹസ്പതിയും അസുരഗുരുവായ ശുക്രാചാര്യർക്കും ഇവിടെ പ്രത്യേകം സന്നിധികളുണ്ട്. ഗുരുപൂർണിമയിൽ ഈ 7 ഗുരുക്കന്മാർക്കും വിശേഷാൽ പൂജകൾ നടത്തിവരുന്നു. സപ്തഗുരുസ്ഥലം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഏകപത്നീനിഷ്ഠനായ ശ്രീരാമൻ്റെ അതായത് പുരുഷോത്തമൻ്റെ ഈ സന്നിധി വിവാഹ മംഗളകർമ്മത്തിന് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. ആവണിയിലും ചിത്രയിലുമായി 2 ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു.